ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് നല്ല പഴുത്ത ഒരു മാങ്ങയും പിന്നെ കുറച്ച് വറ്റൽമുളകും ചേർത്ത് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. എന്നും ഒരേപോലെ ഈ പഴുത്ത മാങ്ങ വെച്ചൊക്കെ റെസിപ്പി ഉണ്ടാക്കുന്നവർക്ക് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണേ. അപ്പോഴേ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ട് ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നല്ല പഴുത്ത് നല്ല മധുരമുള്ളത് നോക്കി എടുക്കണം കേട്ടോ. അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം കടലമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് 1 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് 3 ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാവേ. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഈ മിക്സ് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കൂടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളമേ ചേർക്കുന്നുള്ളൂ. ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി എരിവിന് ഒരു 2 പച്ചമുളക് ഒന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാവേ ഇത്. അപ്പം ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് 2 ഐറ്റം കൂടെ ചേർക്കാനുണ്ട്. അത് ഞാനങ്ങ് വിട്ടുപോയതാട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ കടലമാവൊക്കെ നമ്മൾ ചേർത്തുകൊണ്ട് തന്നെ ഇത് കട്ട പിടിക്കാതെ ഇങ്ങനെ ഇളക്കി നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കണേ. നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് ആ കടലമാവിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ടൊന്നങ്ങ് മാറ്റിയെടുക്കണം. അപ്പോൾ ഈ കടലമാവ് ഇങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും ഇത് ഇച്ചിരി നന്നായിട്ട് ഇങ്ങനെ കുറുകി വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം, അല്ലെങ്കിൽ കടലമാവിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ടാവേ. ഇത് നമ്മൾ സാധാരണ കഴിക്കുന്ന ആ മാമ്പഴപ്പുളിശ്ശേരിയുടെ ടേസ്റ്റേ അല്ല കേട്ടോ. ഇതൊരു വ്യത്യസ്ത ടേസ്റ്റിലാണ് കിട്ടുന്നത്. ഇപ്പം ഈ മാങ്ങയൊക്കെ കിട്ടുന്ന നല്ലൊരു സീസൺ അല്ലേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ പഴുത്ത മാങ്ങയൊക്കെ കിട്ടുമ്പോഴേ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കൂ കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ താളിപ്പും കൂടെ മതിയാവും. അതും കൂടെ ആയാൽ റെഡി ആവും കേട്ടോ. അതിനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂണോളം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും 1 വറ്റൽമുളക് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടേ നമുക്ക് നമ്മുടെ ചൂടോടെ തന്നെ നമ്മുടെ ആ ഒരു മാങ്ങയുടെ മിക്സിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇത് ചൂടോടെ തന്നെ നമ്മുടെ മാങ്ങയുടെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു മാമ്പഴപ്പുളിശ്ശേരിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ ഒരു മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ട്രൈ ആക്കി നോക്കണോ. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.